ഇന്നിവിടെ ഗണേശ ചതുർത്ഥി. നമ്മുടെ കേരളത്തിൽ അത് അത്ര വലിയൊരു ആഘോഷമല്ലെങ്കിലും ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും കാര്യമായിട്ടാണ് കേട്ടോ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഇവിടെ ഇന്ന് സ്കൂളുകൾക്കും ഓഫീസുകൾക്കും എല്ലാം അവധിയാണ്. ഗണേശ ചതുർത്ഥി എന്ന് പറയുന്നത് ഗണപതിയുടെ പിറന്നാളാണ്. ഈ ആഘോഷത്തിലൂടെ ഇവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറുമെന്നും ഭാഗ്യം വരുമെന്നും ഒക്കെയാണ് കേട്ടോ ഇവർ വിശ്വസിക്കുന്നത്. ഇതുപോലുള്ള ഗണേശൻ്റെ ചെറിയ രൂപങ്ങൾ ഓരോ വീടുകളിലും വാങ്ങിച്ചുകൊണ്ട് വെക്കും കേട്ടോ. 10 ദിവസമാണ് ഈ രൂപങ്ങൾ വീട്ടിൽ വെക്കുന്നത്. എന്നിട്ട് പൂജിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. 10ാമത്തെ ദിവസം ഒരു വലിയ ഘോഷയാത്രയോടുകൂടി ഇത് കളക്ട് ചെയ്യാനായിട്ട് ഓരോ സ്ട്രീറ്റിലൂടെയും ആൾക്കാർ വരും. അപ്പോൾ ഇവർ ഈ ചെറിയ രൂപങ്ങൾ ഇവരുടെ കയ്യിൽ കൊടുത്തു വിടും. എന്നിട്ട് അവരതെല്ലാം കൂടെ കളക്ട് ചെയ്ത് അടുത്തുള്ള ഒരു നദിയിൽ ഒഴുക്കി വിടും. അങ്ങനെയാണ് ഇവർ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നത് കേട്ടോ. ഈ രൂപങ്ങൾ കളക്ട് ചെയ്യാൻ വരുന്നത് നമ്മുടെ പെരുന്നാളിൻ്റെ റാസയൊക്കെ വരുന്ന പോലെയാണ് കേട്ടോ. ഭയങ്കര ആഘോഷമായിട്ടാണ്. അപ്പോൾ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാവേ. ഇന്നിവിടെ ഓരോ സ്ട്രീറ്റിലും ഈ ആഘോഷത്തിന് വേണ്ടി തന്നെ പൂക്കളുടെ സ്റ്റോളുകൾ കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ഓരോ ആഘോഷങ്ങൾക്കും ചെറിയൊരു വാഴയുടെ തൈ ഇവർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റോഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് കിട്ടിയ സ്റ്റേജുകളിൽ വലിയ ഗണേശൻ്റെ രൂപങ്ങൾ വെച്ച് അവിടെ പൂജ നടത്തുകയും അതിനുശേഷം അതിൻ്റെ പ്രസാദം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ കാണാം കേട്ടോ. ഒരു പൊങ്കൽ പോലെ ഇരിക്കുന്നൊരു സാധനമാണ് പ്രസാദമായിട്ട് ഇവർ തരുന്നത്. ആർക്ക് വേണമെങ്കിലും അത് മേടിച്ച് കഴിക്കാം. വലിയ വലിയ അമ്പലങ്ങളിലാണെങ്കിൽ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് കേട്ടോ സെലിബ്രേഷൻ. ഭയങ്കര വലിയ സ്റ്റേജുകളും അതുപോലെ ഒരുപാട് ഡെക്കറേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.